ഹായ് സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ഐറ്റം നല്ല ആവോലി ബിരിയാണി, നല്ല ഫ്രൈ ചെയ്ത ബിരിയാണി. അതിന് നമ്മളൊരു 3/4 കിലോ ആവോലി എടുത്തിട്ടുണ്ട്. അത് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. അത് നമ്മൾ ഇപ്പോൾ ആവോലി ഫസ്റ്റ് തന്നെ കഴുകി വൃത്തിയാക്കി അതിന് ഒരു 2 ടീസ്പൂണ് ചില്ലി പൗഡറും മുളക് പൊടിയും ഒരു 3/4 ടീസ്പൂണ് ഉപ്പും 1/2 ടീസ്പൂണ് മഞ്ഞളും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനൊരു 4 ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 തക്കാളി വണ്ണമുള്ള തക്കാളിനെ എടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് ഡ്രൈ ആയ മത്സ്യമാകുമ്പോൾ നമുക്ക് ഈ പറയുന്ന മസാല റോസ്റ്റ് കുറച്ച് വെള്ളപ്പറ്റിൽ വേണം, ഒരു ഗ്രേവി പോലെ. എന്നാലേ ഈ ഫ്രൈ ചെയ്ത മത്സ്യം അതിലിട്ട് കഴിഞ്ഞാൽ ഒന്ന് സെറ്റായി വരും. ഫ്രൈ ചെയ്ത് ഡ്രൈ ആയ മത്സ്യമാകുമ്പോൾ നമുക്ക് ഈ പറയുന്ന മസാല റോസ്റ്റ് കുറച്ച് വെള്ളപ്പറ്റിൽ വേണം, ഒരു ഗ്രേവി പോലെ. എന്നാലേ ഈ ഫ്രൈ ചെയ്ത മത്സ്യം അതിലിട്ട് കഴിഞ്ഞാൽ ഒന്ന് സെറ്റായി വരും. അല്ലെങ്കിൽ ഡ്രൈ ആയ മസാലയാകുമ്പോൾ മത്സ്യമായിട്ടൊന്നും ജോയിൻ്റ് ആവില്ല. അതുകൊണ്ടാണ് തക്കാളി കൂടുതൽ എടുക്കുന്നത്, വെള്ളപ്പറ്റിന് വേണ്ടിയിട്ട്. അഥവാ പിന്നെയും ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരും, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 2.5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 തന്നെ വലിയ 2 പച്ചമുളക്. ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി, 1/2 ടീസ്പൂണ് വെളുത്തുള്ളി അരച്ചത്, 1/4 ടീസ്പൂണ് ജീരകം, 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 2 തണ്ട് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. നമ്മളേതായാലും ഇത് റെഡി ചെയ്യാൻ പോയെന്ന് നമ്മളെ റോസ്റ്റ് ഉണ്ടാക്കേണ്ട പാത്രമുണ്ട്, മത്സ്യം ഫ്രൈ ചെയ്യേണ്ട പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇപ്പം എണ്ണ ഒഴിക്കണം ഇൻഷാ അള്ളാ. ഏതായാലും നമ്മുടെ അരി ഒരു 700 ഗ്രാം. അന്ന് ഈ കപ്പിലെടുത്തപ്പോൾ 650 പറഞ്ഞിരുന്നു, ഇപ്പോൾ പറയും. അപ്പോൾ ഇന്ന് എടുത്തത് ലേശം മുകളിലോളം ഇട്ടിട്ടുണ്ട്. 700 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് ബസുമതി അരിയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഏതായാലും അതൊന്ന് കഴുകി പുതിർത്തി വെക്കാം നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ. ബസുമതി അരി ആകുമ്പം കുറച്ച് മുന്നേ, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 10-20 മിനിറ്റ് മുന്നേ പുതിർത്തി വെക്കണം, കഴുകിയിട്ടില്ല. ഫസ്റ്റ് അരി കിട്ടാത്തത് ഇത് 3rd അരി ആയിരിക്കും. നമ്മളെപ്പോലത്തെ പാവപ്പെട്ട ആൾ അങ്ങനെയുള്ള അരി മേടിച്ചാൽ മതി. ഫസ്റ്റ് ക്വാളിറ്റി ആകുമ്പോൾ ഉണ്ടല്ല, ഏകദേശം 150 റുപ്യ ഒരു കിലോന് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കിതൊന്ന് കത്തിച്ചളയാം. 2 താവയും കത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ആയപാട് അവിടെ ചോറ്റിന് കുക്കർ കൂടി വെക്കണം. നമുക്കിതിലേക്ക് ഒരു 75 മില്ലി വെളിച്ചെണ്ണ കൊടുക്കണം. ഒന്ന് ചൂടാവട്ടെ. ഇവിടെ റോസ്റ്റിനുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 75 മില്ലി എണ്ണ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 400 മില്ലി ഓയിൽ കൊടുത്തിട്ടുണ്ട്. ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതായത് നമ്മുടെ കറിവേപ്പില റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉള്ളി ആഡ് ചെയ്തിട്ട് വരാം. ഉള്ളി ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വാടുമ്പോൾ തക്കാളി കൂടി ആഡ് ചെയ്യുക. ഇതിൽ മറ്റ് പാക്കറ്റ് മസാലകളൊന്നും ഇല്ലാത്ത നല്ല നാച്ചുറലായ ബിരിയാണി നമ്മളെ വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റ് കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനിടയിൽ ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആഡ് ചെയ്യാം. ആ വെളിച്ചെണ്ണപ്പറ്റിലൊന്ന് ഡ്രൈ ആവട്ടെ. നമുക്കതിന് പകരം ലേശം കുരുമുളക് കൊടുക്കാം, ആവശ്യമുണ്ടെങ്കിൽ, എരിവ് പോരെങ്കിൽ. നല്ല പുകയിലേക്ക് പോട്ട് കേട്ടോ സഹോദരങ്ങളെ. നമുക്ക് ആ തക്കാളി കൂടി ഒന്ന് അതിലേക്ക് ആഡ് ചെയ്യാം. തക്കാളി ആഡ് ചെയ്തിട്ട് തക്കാളി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ, റെഡിയായി. അതിലേശം വെള്ളം കഴുകലാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ആഡ് ചെയ്യാം. ഒരു വലിയ സ്പൂണാണ്, അതിലൊരു കാവാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഇട്ടോ. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് 1/4 ടീസ്പൂണ് മഞ്ഞൾ കൂടി കൊടുക്കുന്നുണ്ട്. അതിൽ മഞ്ഞൾ കൊടുത്ത് ഉപ്പ് കൊടുത്ത് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി കൊടുത്തിട്ടുണ്ട്. ഒന്ന് അടച്ചു വെക്കണം, അല്ലെങ്കിൽ വെള്ളം പറ്റി ഡ്രൈ ആയി പോകും. അപ്പോൾ നമ്മുടെ അപ്പുറം മത്സ്യം ഫ്രൈ ചെയ്യേണ്ട എണ്ണ കാഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് അതിലേക്ക് മീൻ ആഡ് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് അടച്ചു വെക്കട്ടെ.
എണ്ണ നല്ല ചൂടായതുകൊണ്ട് ഒന്ന് സ്ലോ ചെയ്തിട്ടുണ്ട്. മീൻ ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് സ്പീഡ് കൂട്ടാം. പൊട്ടാതെ ഡ്രൈ ഫ്രൈ ആക്കി തന്നെ എടുക്കണം. നിങ്ങൾ സ്പൂണായിട്ടെടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ കൈയോട് ഇടുന്ന വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ വെക്കരുത്. അതുപോലെ തന്നെ നമ്മളെ കുട്ടികളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് മുതിരണ്ട. അതുകൊണ്ട് അതിനായിട്ട് നമുക്ക് 2 ട്രിപ്പ് അടിക്കാൻ പറ്റില്ല. ഓക്കെ, ഒന്ന് സ്പീഡ് ചെയ്തിട്ടുണ്ട്. കാരണം എണ്ണ നല്ല ചൂടുണ്ടാകണം, സ്പീഡിൽ തന്നെ ആവണം, അല്ലെങ്കിൽ മത്സ്യം പൊട്ടിപ്പോവും. പൊട്ടാതെ മറിച്ചിടണം. അപ്പോൾ നമ്മൾ പറഞ്ഞ 400 മില്ലി ഓയിലിൻ്റെ അടുത്ത് കറക്റ്റാണ് പറഞ്ഞ 3/4 കിലോ മത്സ്യം. അതിൽ നമ്മൾ മറ്റേ ഡ്രൈ ആവേണ്ട ട്രിക്സ്, അടവ്, കറിവേപ്പില ഇടുന്നുണ്ട്. ഡ്രൈ ആയാലും പെട്ടെന്ന് ഡ്രൈ ആയിട്ട് വരും. പക്ഷെ നമുക്ക് ഇതുപോലെ നാച്ചുറൽ മതി. നമ്മൾ ഇപ്പുറത്തൊരു സാധനമുണ്ട്, ചെറിയ തീയിൽ വെച്ചിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ആവീസുണ്ട്. പെട്ടെന്ന് മൂടി എടുത്ത് പൊന്തിക്കരുത്, ആവി കൈക്ക് കയറി പൊള്ളും. റെഡിയാകുന്നുണ്ട്. ഒന്നുകൂടി അടച്ചു വെക്കാം. ചെറിയ തീയിലാണ്, അപ്പോൾ നമ്മുടെ ചോറൊക്കെ ആകുമ്പോൾ റെഡിയാവും. നമ്മുടെ മത്സ്യം ഏകദേശം അടിഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നോൺ സ്റ്റിക്ക് പാത്രമായാലും ശരി, അല്ലാതെ പാത്രമായാലും ശരി, നമ്മൾ ഈ മത്സ്യം അടിക്ക് പറ്റി പൊട്ടിപ്പോകുന്നതിൻ്റെ കാരണം എണ്ണ നേർക്ക് സ്റ്റീമാവാതെ ഇടുന്നത് കൊണ്ടാണ്. എണ്ണ സ്റ്റീമായിട്ടേ ഇടാൻ പാടുള്ളൂ. ഏത് പാത്രമായാലും എണ്ണ സ്റ്റീമായി കഴിഞ്ഞാൽ മത്സ്യം പൊട്ടാതെ കിട്ടും. അല്ലെങ്കിൽ അടിയിൽ പറ്റിയിട്ട് പൊട്ടിപ്പോവും. പിന്നെ എല്ലാത്തിലും തികഞ്ഞ വരുന്നതല്ല നമ്മൾ. ഇതും ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് എല്ലാം ഉണ്ട്. പിന്നെ പറയണ്ട ഇവൻ ആരാടാണ്, നമ്മൾ ആരുമല്ല. നമ്മുടെ മത്സ്യം നല്ല റെഡി ആയിട്ടുണ്ട്. ഒന്ന് കരക്കയറ്റട്ടെ, ഓഫ് ചെയ്തിട്ട്. സഹോദരങ്ങളെ, ഇതാ ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കണം. നമ്മളതിലേക്ക് ഈ ജീരകപ്പൊടിയും പെരുംജീരകപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് ചേർക്കട്ടെ. നമ്മൾ ഗരം മസാല, ജീരകം, പെരുംജീരകം, കുരുമുളക് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് കൊടുക്കുന്നത്. അതിനൊന്ന് അവിടെ അടച്ചു വെക്കാം. ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഒരു പരിപാടിയുണ്ട്, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഫ്രൈ ചെയ്ത ഓയിലിൻ്റെ അകത്തുനിന്ന് ഒരു 4 ടീസ്പൂണ് ഓയിൽ അതിലേക്ക് ആഡ് ചെയ്യണം. ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ് അങ്ങനെ ഒന്ന് നേർക്ക് ബന്ധോട്ടെ. എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്യാം. നമ്മുടെ ചോറുണ്ടാക്കണ്ടേ, അത് നമ്മൾ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അത് കത്തിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 50 മില്ലി വെളിച്ചെണ്ണ, 50 മില്ലി RKG കൊടുക്കുന്നുണ്ട്. ബസുമതി അരി എല്ലാവരും ഭയന്നുകൊണ്ട് ഊറ്റിയെടുക്കാറാണ് പതിവ്. നമ്മൾ ഏതായാലും ഡയറക്റ്റ് കുക്കറിൽ തന്നെ ഉണ്ടാക്കിയാണ്. കറക്റ്റ് വെള്ളം ഒഴിച്ചുകൊണ്ട് അതിലേക്ക് നമ്മൾ RKG, വെളിച്ചെണ്ണ, അതുപോലെ തന്നെ കറുവപ്പട്ട, ഏലാച്ചി, ഗ്രാമ്പു ചേർക്കും. അതുപോലെ തന്നെ കറിവേപ്പില ചേർക്കും. എണ്ണ കാഞ്ഞിട്ടുണ്ട്, അതിലേക്ക് കറിവേപ്പില കൊടുത്തു. നമ്മൾ ഇതുകൂടി കൊടുക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്കായി. പിന്നെ നമ്മൾ അതിന് ഒരു നുള്ള് ഉള്ളി വെച്ചിട്ടുണ്ട്, അതൊന്ന് കാച്ചി അതുപോലെ. നമ്മൾ
വെള്ളം ഇപ്പോൾ അവിടെ റെഡിയാക്കി AK-47 വെച്ച് നിൽക്കുന്നത് നിൽക്കണം. കാരണം പെട്ടെന്ന് ഉള്ളി കാഞ്ഞാൽ വയ്ക്കുന്നുണ്ടാവും. അതിനിടയ്ക്ക് നമ്മളിത് അടപ്പിട്ടിട്ടില്ല. ഒന്ന് അടപ്പിട്ടിട്ട് ഇവ തൽക്കാലം ഇതാക്കാം. ഉള്ളി ഒന്ന് കാഞ്ഞിട്ടുണ്ട്, ചോന്നിട്ടുണ്ട്. ഒന്ന് നമുക്കതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. 1.25. ഓക്കെ, കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയാം? വയ്യ നോക്കിയിട്ട് തിരിയാണ്ടാക്കിയിട്ട് വയ്യ തിന്നുന്നാളും കണ്ടാളും നമ്മളെ ചീത്ത പറയാൻ നിൽക്കരുത്. ഓക്കെ, നമ്മൾ വെള്ളം ഒഴിച്ച് തന്നെ അതിലേക്കുള്ള ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ കൊടുക്കുക. എന്നിട്ട് പിന്നെ നോക്കിയിട്ട് വേണ്ടെങ്കിൽ കൊടുത്തേ. അതുപോലെ തന്നെ നമ്മളെ പൊതിർത്തി വെച്ച അരി, അതിൻ്റെ വെള്ളം കൃത്യമായിട്ട് ഊറ്റിക്കളയുക. പറ്റുമെങ്കിൽ അരിപ്പത്തട്ടിൽ ഇട്ട് ഒഴിവാക്കുക. അരിപ്പത്തട്ടിലിടുക. നമ്മൾ കറക്റ്റ് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ റോസ്റ്റ് കണ്ടീഷൻ റോസ്റ്റ് ആയിട്ടുണ്ട്. ശ്രദ്ധിച്ചില്ല മക്കളെ? അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത മീൻ ആഡ് ചെയ്യുകയാണ്. ആ ചെറിയ തീ തന്നെ വെക്കണം. സ്പീഡ് കൂട്ടാനേ പാടില്ല. നമ്മളിട്ട ഉപ്പെല്ലാം ഓക്കെയാണ്. നിങ്ങൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇങ്ങനെ എടുക്കുക. എന്നിട്ടൊന്ന് ഇതിലായി കൊടുക്കുക. എന്നിട്ടൊന്ന് വയ്യൊന്ന് മറച്ചു കൊടുക്കണേ. ഒന്ന് അടപ്പിട്ടിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ തുറക്കുക. ഒന്ന് അടിമറിച്ചിട്ടു. ചാവലിനുള്ള വെള്ളം റെഡി ആയിട്ടുണ്ട്. ഞാൻ അരിപ്പത്തട്ടിൽ തന്നെ അരി തട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ അരി അതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ. എന്നിട്ട് അതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. തിളച്ചിട്ടാണ് ഇട്ടത്, തിളക്കുന്നുണ്ട്. ഇനി ഈ മൂടി ഒന്ന് ഇട്ടിട്ട് ഒരു വിസിൽ വന്നാൽ ഓഫാക്കുക. എന്നിട്ട് ആ വിസിലിൻ്റെ ആവി അങ്ങ് കളഞ്ഞതിന് ശേഷം മൂടി ഓപ്പൺ ചെയ്യുക. ആവി പോകാണ്ട് ആരും മൂടി ഓപ്പൺ ചെയ്യരുത്. അപകടം ഒരിക്കലും വരുത്തി വിൽക്കരുത്. ഏതായത് നമ്മളത് ടൈറ്റ് ചെയ്യട്ടെ. നമ്മളൊന്ന് ഓപ്പൺ ആക്കുന്നുണ്ട് മക്കളെ. ഇതുപോലെ തിളവുന്നില്ല. ഒന്ന് അടിമറിച്ചിട്ട് കൊടുത്തേ. മീൻ്റെ അടുത്ത് മസാല സെറ്റാവും. മീൻ മസാല സെറ്റായിട്ടുണ്ട്. ഒന്ന് അടപ്പിട്ടിട്ട്, അടപ്പിടുന്നതിന് മുന്നേ കുറച്ച് മല്ലിയില അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ചട്ടി ദമ്മിടുമ്പോൾ മാറ്റേണ്ടതുണ്ട്. ആ സമയത്തൊന്ന് മസാല മുകളിലും മത്സ്യടിയിലായിട്ട് വരും. ഓക്കെ, റെഡിയാണ്. ഒന്ന് ഓപ്പൺ ആക്കാം. നമ്മൾ ആ മസാല ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എല്ലാവർക്കും പേടിയുണ്ടാവും. ചില ആളുടെ ഈ മസാല മീനിൻ്റെ മുകളിൽ മറ്റേ സിമെൻ്റ് എടുത്ത് കത്തി കൊണ്ട് തേക്കും പോലെ തേക്കുന്ന ഒരു പരിപാടി. പേടിച്ചിട്ട് മീൻ പൊട്ടുന്നത് അങ്ങനെയൊന്നും പൊട്ടൂല ഈ ലെവലിൽ എടുത്ത് കഴിഞ്ഞാൽ. നമുക്ക് ദമ്മിടാം. ദമ്മ് പരിപാടിയാണ് അടുത്തത്. ചോറ് റെഡിയാണ്. അതിലൊരു നുള്ളി ചോറ് നമ്മൾ കറക്റ്റ് വേവാന്ന് കണ്ടീഷൻ. ഇതാ ഒന്ന് അടുപ്പിച്ച് പിടിച്ചാൽ മതി നമ്മുടെ ചോറിൻ്റെ. ഇതാ മാഷാ അല്ലാഹ്, കറക്റ്റ് വെള്ളമാണ്. ഒരു പ്രശ്നമില്ല. വേവിച്ചെടുക്കേണ്ട ഒരു എടുത്തിട്ടുണ്ട്. അത് നമ്മൾ 2 പീസാക്കി എടുക്കുന്നുണ്ട്. ഇത് പ്രത്യേക ടേസ്റ്റാണ്. ഇല വെച്ച് തിന്നിടുമ്പോൾ. ഒന്ന് കട്ട് ചെയ്യട്ടെ. ഇത് 2 കാര്യമുണ്ട്. ഒന്ന്, ചോറ് ഇളക്കിയെടുക്കുമ്പോൾ ഈ പറയുന്ന മീന് നമ്മളെ കയ്യിൽ തട്ടി ഉടഞ്ഞു വരില്ല. ഒരു പീസും കൂടി വെക്കണം. അപ്പോൾ നമ്മൾ ആ മീൻ മസാല അതിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മസാല അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്തിട്ടുണ്ട്. മീനൊന്നും സംഭവിക്കില്ല. പിന്നെ അതിലേക്ക് നമുക്ക് അത് കവർ ചെയ്യാനുള്ള റൈസ് കൂടി ഇടും.
ഇത് നമ്മുടെ പുതിയ ഐറ്റമാണ് കേട്ടോ. പലർക്കും പല രീതി ഉണ്ടാവും. ഇത് നമ്മുടെ പുതിയ ആവോലി ഐറ്റം. ആക്കൂരൊക്കെ ഐറ്റം മാറ്റാന്ന്. മതി. അതിലേക്ക് കൊള്ളുന്ന ചോറിട്ടിട്ടുണ്ട്. നമ്മളതിലേക്ക് ഒരു പൊടി ചോറ് കണ്ടില്ലേ, നല്ല കറക്റ്റ് വെള്ളാന്നതാ. ചോറ് നിൽക്കുന്ന നിപ്പ് കണ്ട. അപ്പൊ നമ്മള് ഒന്ന് ആ ഇല വെച്ച് മൂടുന്നുണ്ട്. സോറി, അതിനു വേണ്ടി നമ്മളെ മല്ലിച്ചപ്പ് 2-3 അതും കൂടി വെള്ളത്തിൽ കൊടുത്തിട്ടാണ്. പ്ലേറ്റിൽ ഓടി കളിക്കുന്ന മിഥുൻ ചക്രവർത്തി ആയി എന്ന് വരുന്നു. അത് കൊടുത്തിട്ടില്ലെന്ന് പറയണ്ടേ. ശരി, അതിൻ്റെ അടപ്പിടുന്ന് നമ്മളൊരു 5 മിനിറ്റ് അതൊന്ന് ചെറിയ തീയിൽ വെച്ച് ദമ്മാക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെ ദമ്മ് റെഡിയാണ്. ദമ്മ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ആക്കാം. ലേശം എടുക്കുന്നുണ്ട് സഹോദരങ്ങളെ. അപ്പം നമ്മുടെ ആവോലി ബിരിയാണി കിടിലൻ സാധനമായിട്ടുണ്ട്. മീനൊന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല. നോക്കിയാൽ ദമ്മായി വന്നിട്ടുണ്ട്. ഞാൻ മീൻ നുള്ളുന്നില്ല. ഏതായാലും ഒരു നുള്ളി ചോറ് ടേസ്റ്റ് ചെയ്യാൻ മതി. ബാസ്മതി അരിയില വെച്ചിന് മാഷാ അല്ലാഹ് നല്ല ഹൈദരാബാദി ബിരിയാണി പോലെയുണ്ട്. ഏതായാലും നിങ്ങൾ എല്ലാവരും നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യും. നമുക്ക് ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ലേ. കുറച്ച് റിസ്ക് ഉണ്ട് ഇതെല്ലാം ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഏതായാലും നിങ്ങളെ നമുക്ക് സപ്പോർട്ട് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടി മഅസ്സലാമ, ബൈ, സീ യു.